നമ്മുടെയൊക്കെ ബോഡിയിൽ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ഈ ബ്ലഡ് പ്രഷർ മാത്രമാണോ കൂടുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ല. നമ്മുടെ ബോഡിയിൽ പല രോഗങ്ങളും ഉണ്ടാവുന്നത് ഈ ഒരു സ്ട്രെസ്സും ടെൻഷനും കാരണമാണ്. അതിൻ്റെ ഒരു അടിസ്ഥാന കാരണം ഈ ഒരു സ്ട്രെസ്സും ടെൻഷനുമാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യം എന്ന് പറയുന്നത് അസിഡിറ്റി, ഗ്യാസ്ട്രൈറ്റിസ് ആണ്. ഈ ഒരു ഗ്യാസ്ട്രൈറ്റിസ് സമയത്ത് നമ്മുടെ ഫുഡ് നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് ഫുഡ് ഡൈജസ്റ്റ് ആവില്ല, ഡൈജഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവില്ല. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, നമ്മൾ ഫുഡ് കഴിച്ചാലും ആ ഒരു സ്ട്രെസ്സും ടെൻഷനും കാരണം ഹാപ്പി ഹോർമോൺസ് ഒക്കെ കുറഞ്ഞ് സ്ട്രെസ് ഹോർമോൺസ് കൂടി നിൽക്കുവാണ്. അപ്പോൾ ആസിഡ് ഒക്കെ കൂടും ആ ഒരു സ്റ്റൊമക്കിൽ. അപ്പോൾ ഡൈജഷൻ പ്രോസസ്സ് രണ്ട് രീതിയിലായിരിക്കും. ഒന്നെന്ന് പറയുന്നത് സ്ലോ ഡൗൺ ചെയ്യും, ഒന്ന് ഭയങ്കരമായിട്ട് വേഗത്തിൽ നടക്കും. അതിന് കാരണം കോൺസ്റ്റിപ്പേഷൻ ആണ്. സ്ലോ ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും കോൺസ്റ്റിപ്പേഷൻ എന്ന ആ ഒരു അസുഖം ഉണ്ടാകും. മറ്റൊന്ന് IBS ആണ്, കൂടിയാൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉണ്ടാകും. ഇതാണ് സ്റ്റൊമക്കിൽ ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. മറ്റൊന്ന് പറയുന്നത് ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആകും. ആ ഒരു കോർട്ടിസോളിൻ്റെ ലെവൽ ഹൈ ആവുകയും ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആകുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ അലർജിക് റിയാക്ഷൻസും അതുപോലെ തന്നെ പനി, ചുമ അതുപോലത്തെയുള്ള പ്രശ്നങ്ങൾ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആകുമ്പോഴത്തേക്കും റെക്കറൻ്റ് ആയിട്ട് ഉണ്ടായി കാണാറുണ്ട്. മറ്റൊന്ന് ബ്ലഡ് പ്രഷർ തന്നെയാണ്. BP ഭയങ്കരമായിട്ട് കൂടും, ആ ഒരു സ്ട്രെസ്സും ടെൻഷനൊക്കെ കൂടുമ്പോഴത്തേക്കും. പിന്നെ ഡിപ്രഷൻ, ആൻസൈറ്റി, ഇന്ന് ഭയങ്കര കുട്ടികളുടെ ഇടയിൽ പോലും ഭയങ്കര പ്രചാരം നേടിയിട്ടുള്ളതാണ് ഈ ഒരു ഡിപ്രഷൻ. കുട്ടികൾ പറഞ്ഞ് കേൾക്കാറുണ്ട് അല്ലേ? സ്ട്രെസ്സും ടെൻഷനും കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ആൻസൈറ്റി, ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കാണാറുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇത് റെഡ്യൂസ് ചെയ്തിട്ട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കുറച്ചിട്ട് ഹാപ്പി ഹോർമോൺസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. വീഡിയോ ആവശ്യമുള്ളവർക്ക് വീഡിയോ കയറി കാണാവുന്നതാണ്. താങ്ക്